ഹലോ, അപ്പോൾ ദിസ് ഈസ് എ മെമ്മറി ഓഫ് അനദർ ഡേ അറ്റ് UAE. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പരിപാടി തുടങ്ങുന്നത്. ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് അറ്റ്ലാന്റിസ് ദി പാമാണ്. അറ്റ്ലാന്റിസിനെ പറ്റി അത്യാവശ്യം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പം അറ്റ്ലാന്റിസിലെ അക്വാവെഞ്ചർ വാട്ടർ പാർക്ക് എന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലറാണ്. മാക്സിമം നമ്പർ ഓഫ് വാട്ടർ സ്ലൈഡ്സ് ഉള്ളതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ കിട്ടിയിട്ടുള്ള സംഭവമാണ്. നമ്മൾ പോണത് മോണോ റെയിലിൽ കയറിയിട്ടാട്ടോ. മോണോ റെയിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ. അത് കഴിഞ്ഞ് അവിടെ നേരെ ചെന്നിറങ്ങിയതും നമ്മൾ അവിടുത്തെ കോൾഡ് സ്റ്റോണിൽ കയറി ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ചു. ആൻഡ് അതും ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എറിഞ്ഞ് കിട്ടുന്ന ഐസ്ക്രീം ആദ്യമായിട്ടായിരുന്നു കഴിക്കുന്നത്. ആൻഡ് വൈഡ് വെറൈറ്റി ഓഫ് ഐസ്ക്രീംസും അതുപോലെ തന്നെ ഈ എറിഞ്ഞത് പിടിക്കാൻ നിൽക്കുന്നതും ഒക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇങ്ങനെ പിടിക്കേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരും, ബട്ട് സ്റ്റിൽ നമുക്ക് പണി പാളും. In your palm, madam. In your palm. Yeah. You're comfortable. Don't let the ice cream fall out when you catch it. Follow the ice cream and grab it. Okay, 1, 2. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ എത്ര ഈസി ആയിട്ട് അത് പിടിച്ചതെന്നല്ലേ. പക്ഷെ അത് സെക്കൻഡ് ട്രൈ ആയിരുന്നു. ഫസ്റ്റ് ട്രൈയിൽ പണി പാളിയായിരുന്നു. എൻ്റെ മുഖത്ത് നെറ്റിയിലാണ് വന്ന് കൊണ്ടത്. ആൻഡ് ദാറ്റ് വാസ് ലിറ്ററലി വെരി ഫണ്ണി. എനിക്ക് തോന്നുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ എറിഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവരെല്ലാവരുടെയും കളയും. രണ്ടാമത്തെ എറിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇട്ടും കൊടുക്കും. ആദ്യവും ഞാൻ രണ്ടാമത് നിന്ന പോലെ തന്നെയാണ് നിന്നത്. പക്ഷേ എങ്ങനെ നിന്നാലും ബൗളിലേക്ക് ഐസ്ക്രീം വരില്ല. രണ്ടാമത് നമ്മൾ എങ്ങനെ പിടിച്ചാലും എങ്ങനെയായാലും ബൗളിലേക്ക് ഐസ്ക്രീം വരും. അതങ്ങനെയാണ് സംഭവം. എന്തായാലും അത് വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മോണോറെയിലിൽ കയറി നമ്മൾ വരികയാണ്. അപ്പം ഇവിടെ ആക്ച്വലി അക്വാവെഞ്ചർ വാട്ടർ പാർക്കിലൊന്നും ഇറങ്ങിയൊന്നുമില്ല. മോണോറെയിൽ എക്സ്പീരിയൻസ് ചെയ്യലായിരുന്നു മെയിൻ ഉദ്ദേശം. അപ്പോൾ അത് നടന്നു. ഞാൻ ആക്ച്വലി വരുന്നതിൻ്റെ തലേന്ന് എന്തോ ആണ് ഇവിടെ പോയത്. അപ്പം എനിക്ക് കുറച്ച് തിരക്കായിരുന്നു, ടൈറ്റ് സ്കെഡ്യൂളായിരുന്നു. രാവിലെ തൊട്ടൊരു 4 മണി വരെ മൂത്ത സിസ്റ്ററിൻ്റെ കൂടെ, 4 മണിക്ക് ശേഷം രണ്ടാമത്തെ സിസ്റ്ററിൻ്റെ കൂടെ, അങ്ങനെയായിരുന്നു അന്നത്തെ പ്ലാന്. അതുകൊണ്ട് തന്നെ ഹറിബറി ആയിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ. കാരണം പോകുന്നതിന് മുമ്പ്, തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്യണം, കുറേ സാധനങ്ങളൊക്കെ കാണണം എന്നുള്ളൊരു ഇതായിരുന്നു. പെട്ടെന്ന് കണ്ടു തീർക്കണം മാക്സിമം സാധനങ്ങൾ, ആ ഒരു സംഭവമില്ലേ, അങ്ങനെ ഒരു ഇതിലായിരുന്നു. അപ്പം പെട്ടെന്ന് അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു സെറ്റപ്പായിരുന്നു. ആകെ എന്തോ 10 ഡേയ്സ് എങ്ങാണ്ട് മൊത്തം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന വഴി ബുർജുൽ അറബിൻ്റെ അടുത്തുള്ള ബീച്ചിൽ പോയി കുറച്ച് നേരം നിന്ന്. വെയിലൊക്കെ ആണെങ്കിലും അതൊരു രസമുള്ള ഏർപ്പാടായിരുന്നു. കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട്, ചൂടത്തിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നും കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 3 മണി 4 മണി ആയപ്പോഴത്തേക്ക് തിരിച്ചു വന്നു. അപ്പം ഈ അറ്റ്ലാന്റിസിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അറ്റ്ലാന്റിസിൽ ഫോട്ടോ എടുക്കാൻ സെറ്റപ്പ് സ്ഥലമാണ്. കണ്ടില്ലേ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരുമാതിരി പോണ്ടിച്ചേരി വൈബൊക്കെ. എന്തായാലും സൂപ്പറായിരുന്നു. അപ്പോൾ ഇത് ആ ബുർജുൽ അറബിൻ്റെ ബീച്ചിൻ്റെ ഏരിയയിലുള്ള സ്ഥലമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ഇഫ് യു ആർ ഹിയർ ഫോർ ദി ഫസ്റ്റ് ടൈം, പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ.